എന്നതുപോലെ ഈ രാജ്യത്ത് തീവ്രവാദികളോ ഭീകരവാദികളോ ആയി മാറാൻ പാടില്ല. പലപ്പോഴും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണേണ്ടിയും കേൾക്കേണ്ടിയും വരുന്നുണ്ട്. രാജ്യം ഇന്ന് വല്ലാത്തൊരു പ്രതിസന്ധി നേരിടുകയാണ്. ഈ ഇന്ത്യ രാജ്യത്ത് 110 കോടിയിലധികം ജനങ്ങൾ താമസിക്കുന്നുണ്ട്. വിവിധ മതക്കാരും രാഷ്ട്രീയക്കാരും വ്യത്യസ്ത ചിന്താഗതിക്കാരും അധിവസിക്കുന്ന രാജ്യമാണ്. ഇവിടെ ആരെങ്കിലും മാത്രമേ ജീവിക്കാവൂ എന്ന് ചിന്തിച്ചുകൂടാ. ഞാൻ പറയുന്നത് തന്നെ നിങ്ങളും പറയണമെന്ന് നിലക്ക് ഇവിടെ ഒരു വാശി പിടിച്ചുകൂടാ. വിശുദ്ധ ഇസ്ലാം ഒരിക്കലും തീവ്രവാദത്തെ അംഗീകരിക്കുന്നില്ല. ഈ പള്ളി മിനാരങ്ങളിലൂടെ 5 നേരങ്ങളിൽ വിളിച്ചു പറയുന്നത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഒരു ഇലാഹില്ല എന്ന് ഞാൻ പറയുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളത് പറയണമെന്ന നിർബന്ധങ്ങളില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം സ്വീകരിക്കാം, ആരെയും നിർബന്ധിക്കുന്നില്ല. ഞാനത് പറയുന്നു, ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് അംഗീകരിക്കുന്നു എന്നേ പറയുന്നുള്ളൂ. ആ ഒരു ചിന്താഗതിയാണ് ഇസ്ലാം വെച്ച് പുലർത്തുന്നത്. മറ്റു മതക്കാരെ അടിച്ചമർത്തിക്കൊണ്ട് ഇവിടെ ഇസ്ലാം മതം പ്രചരിപ്പിക്കുക എന്നത് മുസ്ലിമീങ്ങളുടെ പാരമ്പര്യങ്ങളിലെ കാണാനില്ല. കാരണം ഞങ്ങൾ അത്തരത്തിലുള്ള തീവ്രവാദങ്ങൾക്കെതിരാണ്, അത്തരത്തിലുള്ള ഭീകരവാദങ്ങൾക്കും ഞങ്ങളെതിരാണ്. മതവർഗീയവാദങ്ങളൊന്നും തന്നെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഈ രാജ്യത്ത് വളർന്നു വരുന്ന ചുറ്റുപാടുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ വളരെ ഭീകരമായ അന്തരീക്ഷങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില ഭാഗങ്ങളിൽ ചില പ്രത്യേക പേരുകൾ സംഘടിപ്പിച്ചുകൊണ്ട് മതം മാറ്റത്തിനുള്ള സൗകര്യം ഉണ്ടാകുന്നു. മതം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെക്കുന്ന വിശ്വാസമാണെങ്കിൽ അത് മാറേണ്ടത് അവൻ മാത്രം വിചാരിക്കുമ്പോഴാണ്, ആരെങ്കിലും നിർബന്ധിച്ചു മാറ്റാൻ കഴിയുന്നതല്ല എന്ന ചെറിയൊരു ചിന്ത പോലും ഇവിടെ പലർക്കുമില്ല. എന്നിട്ട് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട്, ഓഫറുകൾ നൽകിക്കൊണ്ട് മനുഷ്യനെ നിർബന്ധിപ്പിച്ച് മതം മാറ്റി അതിൽ സംഘടനകൾ ഉണ്ടാക്കി ആ സംഘടനകളുടെ ഭാഗമായി അധികാരങ്ങൾ പിടിച്ചെടുക്കപ്പെടുന്ന വളരെ ലളിതമായിരിക്കുന്ന തത്വശാസ്ത്രം പുതുതായി ഇവിടെ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. ആ തത്വശാസ്ത്രം രാജ്യത്ത് ഗുണം നൽകുകയില്ല എന്നതിന്റെ ചില അടയാളപ്പെടുത്തലുകൾ കഴിഞ്ഞ ആഴ്ച ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി പുറത്തു വന്നിട്ടുണ്ട്. എല്ലാവർക്കും അത് പാഠമാണ്. ആരും എല്ലാ കാലഘട്ടത്തിലും ചിന്തിക്കുന്ന മനുഷ്യനെ പൊട്ടനാക്കി മുന്നോട്ട് പോകാൻ കഴിയില്ല. തന്റെ ഇടമെന്ന് പറയുന്നത് ആവശ്യമുള്ള സമയത്ത് ഉപയോഗപ്പെടുത്തേണ്ടതാണ്. മനുഷ്യനെ കാലാകാലം തീവ്രവാദവും ഭീകരവാദവും പറഞ്ഞ് അടിച്ചമർത്താൻ കഴിയുമെന്ന് ആരും മനസ്സിലാക്കേണ്ടതില്ല. ശാന്തിയും സമാധാനവും സ്നേഹവുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, സ്വയം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നല്ലവരായ സഹോദരന്മാരോട് പറയുന്നത്, നമുക്ക് തീവ്രവാദിയായിക്കൂടാ, നമുക്ക് ഭീകരവാദിയായിക്കൂടാ, നമുക്ക് വർഗീയവാദിയായിക്കൂടാ, നമുക്ക് സ്നേഹം പഠിപ്പിക്കാൻ കഴിയണം. ആ സ്നേഹത്തിന്റെ മഹിതമായ സന്ദേശങ്ങളാണ് ജനങ്ങളോട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ് അവர்கள் 1ഉം 2ഉം കേരള യാത്രകൾ നിർവഹിച്ചത്, പുറമെ കർണാടകയിൽ യാത്ര നടത്തിയത്. അങ്ങനെ നാനാജാതി മതവിഭാഗങ്ങൾക്കിടയിലും എല്ലാ വിഭാഗം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കിടയിലും സ്നേഹം പകർന്നു നൽകാൻ കഴിയുന്ന ഒരു ആശയം, ഒരു സന്തോഷം, ഒരു ചിന്താഗതി വളർത്തിയെടുക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട്. ഇപ്പോൾ 2ാം കേരള യാത്ര കാസർകോട്ട് നിന്ന് തുടങ്ങുമ്പോൾ ചില ആളുകളെങ്കിലും മാറി നിൽക്കുകയുണ്ടായി. കണ്ണൂരിന്റെ അതിർത്തി പിന്നിടുമ്പോൾ ഞങ്ങളും കൂടെയുണ്ടെന്ന് പറഞ്ഞ് ഓടിപ്പാഞ്ഞ് ഞങ്ങളോടൊപ്പം എത്തി. അങ്ങനെ കണ്ണൂരിന്റെ പ്രധാനപ്പെട്ട ഒരു സ്വീകരണ കേന്ദ്രത്തില് സ്വീകരണം നടക്കുമ്പോൾ കാന്തപുരത്തിന്റെ 2 ഭാഗത്തിരുന്നുകൊണ്ട് 2 പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നായകന്മാർ, അതിലൊരു നായകനെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ പറയുകയുണ്ടായി, ഈ ഒരു വിപ്ലവം നടത്താൻ കേരളത്തിൽ കാന്തപുരത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. വിരുദ്ധ ചേരികളിൽ ചിന്തിച്ചുകൊണ്ട് വിരുദ്ധമായ ആശയങ്ങൾ പറഞ്ഞ് നിരന്തരമായി സംഘടന ഉണ്ടാക്കുന്ന ഞങ്ങളെ കൊണ്ട് ഒരേ മുദ്രാവാക്യം മുഴക്കി ഒരേ വേദിയിലിരുന്ന് ഒരാളോടൊപ്പം സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കാൻ അത് കാന്തപുരത്തിനെ കൊണ്ട് മാത്രമേ കഴിയൂ എന്ന് പച്ച മലയാളത്തിൽ കേരളത്തിൽ പറഞ്ഞത് കണ്ണുള്ള കാതുള്ള വകതിരിവിന്റെ അവയവങ്ങളുള്ള ആർക്കും ബോധ്യപ്പെടാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മനുഷ്യനിക്ക് സ്നേഹം പകർന്നുകൊണ്ടുള്ള യാത്രകളും പരിപാടികളുമാണ് ഞങ്ങളിവിടെ നിരന്തരമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കർണാടകയിൽ ഒരു യാത്ര നടത്തിയപ്പോൾ ആ കർണാടകയുടെ യാത്രയുടെ ഭാഗമായി ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்கள் ബാംഗ്ലൂരിൽ ചെന്നിറങ്ങുമ്പോൾ അവിടുത്തെ ഗവൺമെന്റിന്റെ അംഗീകൃത വാഹനം കൊണ്ടുവന്ന് അവിടുത്തെ അംഗീകൃത മന്ത്രിമാർ വന്നുകൊണ്ട് കാന്തപുരത്ത് സ്വീകരിച്ചു കൊണ്ടുപോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്നെ സ്നേഹം പറയാൻ വരുന്ന നേതാവാണ്, ഐക്യം പറയാൻ വേണ്ടി വരുന്ന നേതാവാണ്, ഇഷ്ടം പകരാൻ വരുന്ന നേതാവാണ്. അതുകൊണ്ട് ഗവൺമെന്റ് സ്വീകരിക്കണമെന്നൊരു നിർബന്ധമുണ്ടായി. അങ്ങനെ സ്വീകരിച്ചു മുന്നോട്ട് പോവുകയാണ്. നാളുകൾ പിന്നിട്ട് മംഗലാപുരത്ത് സമാപിക്കുമ്പോൾ ആ മഹനീയമായിരിക്കുന്ന സംഭവത്തിന്റെ നേർക്കാഴ്ച അനുഭവിക്കാൻ വേണ്ടി ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പങ്കെടുത്ത് അത്ഭുതപ്പെട്ട വാർത്തകൾ കേരളത്തിൽ എല്ലാവരും വായിച്ചിട്ടുണ്ട്. യാത്രകൾക്ക് പുറകിലും മുന്നിലുമായിക്കൊണ്ട് ചില യാത്രകൾ സംഘടിപ്പിച്ച് തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. അവർ സ്വയം തോൽക്കുന്ന ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്കൊരിക്കലും തന്നെ ആർക്കുമാവട്ടെ ഞങ്ങളുടെ പ്രസ്ഥാനത്തെ തോൽപ്പിക്കാമെന്നത് വെറും വ്യാമോഹം മാത്രമാണ്. അത് നടപ്പുള്ള കാര്യമല്ല. കാരണം ഞങ്ങളുടെ പ്രസ്ഥാനം വേറെ വെച്ച പ്രസ്ഥാനമാണ്, അത് ആണിവേറുള്ള പ്രസ്ഥാനമാണ്.
മനുഷ്യത്വ നായകന്മാരുടെ പ്രസ്ഥാനമാണ്. ഇത് കാന്തപുരത്തിന്റെ പ്രസ്ഥാനമാണ്. ഇത് നൂറുകളുടെ പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തെ അങ്ങനെയെങ്കിലും എന്തെങ്കിലും കാണിച്ചുകൊണ്ട് തോൽപ്പിക്കാനുള്ളത് എല്ലാവരുടെയും വ്യാമോഹം മാത്രമാണ്. അതിവിടെ നടക്കില്ല എന്ന് ഒന്നുകൂടി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ കൊന്നെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും, ഞങ്ങളുടെ ചോറുകളില്ലായ്മ ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും, ഞങ്ങളുടെ വിലപ്പെട്ട ജീവനുകൾ എടുക്കാൻ നിങ്ങൾക്ക് പറ്റിയേക്കും. കല്ലാങ്കുഴിയിലെ കുഞ്ഞംസുവിനെയും നൂർജിനെയും ഞങ്ങൾക്ക് വരയ്ക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് വിലപ്പെട്ട പല ജീവനുകളും ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ജീവനുകൾ എടുത്തുകൊണ്ട് ഞങ്ങളെ തോൽപ്പിക്കാനെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ അതൊന്നും നടക്കുന്ന കാര്യമില്ലെന്ന് ഓർമ്മപ്പെടുത്തട്ടെ. വിലപ്പെട്ട നൂറുകണക്കിന് ജീവനുകൾ ബദറിലും മുഹദുകളിലും ഒക്കെ നമ്മൾ കൊടുത്തുകൊണ്ടാണ് ഞങ്ങളുടെ നിഷേധ നായകന്മാർ ഈ പ്രസ്ഥാനം ഞങ്ങൾക്ക് പകർന്നു നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ചോര കാണിച്ച് പേടിപ്പിക്കേണ്ടതില്ല, വാൾ കാണിച്ച് പേടിപ്പിക്കേണ്ടതില്ല, കൊടുവാളുകൾ കാണിച്ച് പേടിപ്പിക്കേണ്ടതില്ല. അതൊക്കെ മറികടന്നു വന്ന പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം അതിന്റെ ആദർശ സംരക്ഷണത്തിനു വേണ്ടി ജീവൻ വേണമെങ്കിൽ ജീവൻ നൽകാൻ തയ്യാറാണ്. അങ്ങനെ ഉറച്ചൊരു യുവനിരയെ പടുത്തുയർത്തിയിരിക്കുന്ന പ്രസ്ഥാനം. ഈ പ്രസ്ഥാനം ഇതാ 60ാം വാർഷികത്തിന്റെ ഭാഗമായി ഈ രാജ്യത്ത് സ്നേഹവും ഇഷ്ടവും പകരുന്നതിനു വേണ്ടി 25,000 പോകുന്ന സർവ പരിശീലനങ്ങളും നേടിയിരിക്കുന്ന സജ്ജരായിക്കൊണ്ട് രാജ്യത്ത് സ്നേഹം പകർന്നു നൽകാൻ, ഇഷ്ടം പകർന്നു നൽകാൻ പോകുന്ന 25,000 സഫ്വാംഗങ്ങളെ ഞങ്ങളിവിടെ സമർപ്പിക്കുകയാണ്. സമ്മേളനങ്ങൾ പലരും നടത്തുന്നുണ്ട്. ആർക്കാണ് ഇത്രയും കൃത്യമായി ഈ കാര്യങ്ങൾ ആയിവർക്കാൻ കഴിയുക? ആർക്കാണ് ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഇത്രയും മെച്ചപ്പെട്ട സംവിധാനത്തെ സൃഷ്ടിക്കുവാൻ കഴിയുക എന്ന് സാന്ദർഭികമായി ഞാൻ അന്വേഷിക്കട്ടെ. ഞാൻ ചുരുക്കുകയാണ്. ഇങ്ങനെ രാജ്യത്തിന്റെ സ്നേഹവും ഇഷ്ടവും നന്മയും വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം അവർക്ക് വിദ്യാഭ്യാസവും അവർക്ക് ആത്മീയ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനു വേണ്ടി ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തെ തോൽപ്പിക്കുന്നതിനു വേണ്ടി, ആക്ഷേപിക്കുന്നതിനു വേണ്ടി വിവിധങ്ങളായ ചില മാർഗങ്ങൾ പലരും സ്വീകരിക്കാറുണ്ട്. ഒരിക്കലും തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, തീവ്രവാദത്തിന്റെ പേര് പറയുന്നു, ഭീകരവാദത്തിന്റെ പേര് പറയുന്നു മുസ്ലിമീങ്ങളെയും സുന്നത്ത് ജമാഅത്തിനെയും തകർക്കാമെന്നത് ആരും വിലയിരുത്തേണ്ടതില്ല. നമ്മുടെ ഈ സദസ്സിൽ മുഖ്യപ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട കുളത്തൂർ അലവി സഖാഫി ഉസ്താദ് അവറുകൾ വരുന്നുണ്ട്. അല്ലാഹു തആല മുഴുവൻ ആലിമീങ്ങൾക്കും നേതാക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അപ്പൊ ഞാൻ ചുരുക്കുകയാണ്. അപ്പൊ SYS-ന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിലനിൽക്കുന്ന ചുറ്റുപാടുകളും സാഹചര്യങ്ങളെയും കുറിച്ച് ചെറിയ ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞത് മാത്രമാണ് SYS എന്നാരും മനസ്സിലാക്കരുത്. 6 പതിറ്റാണ്ട് കാലത്ത് നിറഞ്ഞു നിൽക്കുന്ന പ്രവർത്തന കർമ്മ പദ്ധതികൾ ഇതൊരു കേവലം അരമണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയില്ല എന്നത് നിങ്ങളെപ്പോലെ ഞാനും എല്ലാവരും മനസ്സിലാക്കുന്നത്. സുദീർഘമായി പറയേണ്ടതുണ്ട്, ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. അതിന് മാത്രം ക്ഷേമ പദ്ധതികളും നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങളും കാഴ്ചവെച്ച ഒരു പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിന്റെ 60ാം വാർഷിക മഹാസമ്മേളനം ഈ വരുന്ന 27, 28 മാർച്ച് 1 തീയതികളിലായി മലപ്പുറത്ത് ബഹുമാന്യനായ താജുൽ ഉലമ തങ്ങൾ അവരുടെ നാമധേയത്തിൽ സ്ഥാപിക്കപ്പെട്ട നഗറിൽ വെച്ച് നടക്കുകയാണ്. എല്ലാവരും സന്തോഷത്തോടുകൂടി സമ്മേളനത്തിൽ പങ്കാളികളാകണം. ആ സമ്മേളനത്തോടുകൂടെ ഈ കേരളത്തിൽ ഒരു പുതിയ ചരിത്രം രചിക്കപ്പെടുകയാണ്. പുതിയൊരു ചിന്താധാരകൾക്ക് രൂപപ്പെടുത്തുകയാണ്. ആ ചിന്താധാര ഈ രാജ്യത്ത് കൂടുതൽ ഐക്യമുണ്ടാക്കുന്നതായിരിക്കും, ഈ രാജ്യത്ത് കൂടുതൽ സ്നേഹം ഉണ്ടാക്കുന്നതായിരിക്കും, ഈ രാജ്യത്തിലെ യുവാക്കൾക്ക് സമർപ്പിക്കുവാനുള്ള മനോഭാവം ഉണ്ടാക്കുന്നതായിരിക്കും. നല്ല രൂപത്തിൽ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും അല്ലാഹുവിന്റെ ദീനിയായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും കഴിയുന്നതായിരിക്കും. അതുകൊണ്ട് മുഴുവൻ ആളുകളും അതിൽ പങ്കാളികളാകണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. SYS-ന്റെ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച റോഡ് മാർച്ചുമായി ബന്ധപ്പെട്ടാണ് നമ്മളോട് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. റോഡ് മാർച്ചിന്റെ 2ാം ദിനമാണ് ഇന്ന്. നാളെ ഒറ്റപ്പാലത്തിനടുത്ത് കോടപുരശ്ശിയിൽ തുടങ്ങി വൈകുന്നേരത്ത് പടിഞ്ഞാറങ്ങാടിൽ സമാപിക്കുന്നതോടുകൂടെ ഇന്നലെ വൈകുന്നേരത്ത് പറളിയിൽ നിന്ന് തുടങ്ങിയിരിക്കുന്ന ഈ പ്രയാണം അവസാനിക്കുന്നു. പക്ഷേ എന്റെ പ്രിയപ്പെട്ട കർമ്മധീരരായ പ്രവർത്തകരെ, പ്രത്യേകിച്ച് എന്റെ സഫവാംഗങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ പ്രവർത്തനം തുടങ്ങി
തുടങ്ങുന്നതേയുള്ളൂ. സമ്മേളനത്തിന്റെ ശേഷം നീണ്ടു നിൽക്കുന്ന നിരന്തരമായ കർമ്മപദ്ധതികൾ നമ്മുടെ മുന്നിലുണ്ട്. നിങ്ങളെ പണിയെടുപ്പിച്ച്, നിങ്ങൾ അധ്വാനിപ്പിച്ച് ഈ രാജ്യത്തിന്റെ നിർമ്മാണത്തിന്, ഈ രാജ്യത്തിന്റെ സ്നേഹത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള കഠിനമായ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ ഭൗതികമായ നന്മയുണ്ട്, നമ്മുടെ ആഖിറത്തിൽ നന്മയുണ്ട്. രണ്ടും അല്ലാഹു നമുക്ക് ഒരു കൂട്ടി തരുമാറാകട്ടെ. അതിനുവേണ്ടി നമ്മുടെ നായകന്മാർ ബഹുമാനപ്പെട്ട നൂറുലമയും ബഹുമാനപ്പെട്ട സുൽത്താനുലമയും നമ്മോടൊപ്പം സഞ്ചരിക്കുമ്പോൾ നമ്മളും വിശ്രമം മറന്നുകൊണ്ട് സമയങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി, ആരോഗ്യവും സമ്പത്തും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കണമെന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹത്തോടുകൂടെ എല്ലാവരോടും പങ്കുവെച്ചുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിച്ച മുഴുവൻ ആളുകൾക്കും പ്രസ്ഥാനത്തിന്റെ 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ച് വാക്കുകൾ ചുരുക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.